Hello guys, welcome back to Pharmaloga. I'm Jessna and today we are going to deal with the subjects of the second semester B Pharm. Like the first semester B Pharm, second sem also includes university and non-university exams. Mainly it involves 6 subjects in which first 4 subjects are university subjects whereas the last 2 subjects are non-university. So, I am showing the subjects of second sem B Pharm that deals with the theory and practical section. As you see, you will understand that HAP, Human Anatomy and Physiology Part 2 involves theory and practical session. Pharmaceutical Organic Chemistry Part 1 also deals with the theory and the practical session. Biochemistry is the first subject you are dealing with, isn't it? The first part of biochemistry as well as the last part, because biochemistry is the only subject we need to study in the B Pharm since second semester only for theory and practical session. Pathophysiology also, theory section is present. There is no practical for pathophysiology. Computer applications in pharmacy and environmental sciences are the 2 subjects which are non-university. Okay. Computer applications in pharmacy involves theory and practical session. At the same time, environmental sciences, there is no practical. Okay. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ഫാർമസിയുടെയും എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെയും എക്സാംസ് നടത്തുന്നത് കോളേജ് തന്നെ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ് അവരുടെ ഇൻറ്റേർണൽ കോളേജുകാർ തന്നെ എക്സാമൊക്കെ ലാസ്റ്റിലൊക്കെ നടത്തിയിട്ട് അതിൻ്റെ മാർക്ക് യൂണിവേഴ്സിറ്റിക്കാർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ ലാസ്റ്റത്തെ 2 സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ. പക്ഷേ മുകളിലത്തെ ആദ്യത്തെ 4 സബ്ജക്ട്സ് എന്ന് പറയുന്നത് മേജർ സബ്ജക്ട്സ് ആണ് സെക്കൻഡ് സെമ്മിൽ. അതിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് നടത്തുന്നതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ച് പോകുന്ന ഫസ്റ്റ് റെഗുലർ എക്സാമിന് തന്നെ പാസ്സായി പോകുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇപ്പോൾ HAP ആണ് 1 നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കും. HAP സെക്കൻഡ് പാർട്ടാണ് നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കുന്നത്. കെമിസ്ട്രിയുമായിട്ട് നമ്മൾ കൂടുതൽ പഠിച്ചു വരുന്നത് സെക്കൻഡ് സെമ്മിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. സ്ട്രക്ചറും കാര്യങ്ങളും നോമൻക്ലേച്ചർ എല്ലാം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ബയോകെമിസ്ട്രി ആണെങ്കിൽ ഈ ടെസ്റ്റുകളും കാര്യങ്ങളാണ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും അതുപോലെ പ്രോട്ടീൻസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ലാബും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലോണം തിയറി പഠിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും ലാബിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. പാത്തോഫിസിയോളജി ഡീൽസ് വിത്ത് ഡിസീസസ്, അതായത് ഇപ്പം പല സിസ്റ്റംസ് അല്ല, റെസ്പിറേറ്ററി സിസ്റ്റം, യൂറിനറി സിസ്റ്റം, അതുപോലെ ഓരോ സിസ്റ്റത്തിലൊക്കെ ഉള്ള ഡിസീസസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് പാത്തോഫിസിയോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ സബ്ജക്ട്സിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ്ലി തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ കോഴ്സിൻ്റെ ഈ കോഡാണ്. സൈഡിൽ കൊടുത്തിട്ട് കണ്ടില്ലേ, BP201T. അതെന്താണെന്ന് വെച്ചാൽ BP എന്ന് വെച്ചാൽ B Pharm ആണ്. 201 എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഫോർ സെക്കൻഡ് സെമിസ്റ്റർ. ഓക്കെ, 01 എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. T എന്ന് പറയുന്നതാണ് തിയറിയാണ്. ഓക്കെ, സോ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി 2 തിയറി എന്ന് പറയുമ്പം അതിൻ്റെ ഈ ഒരു എക്സാം കോഡാണ്, ഒരു സബ്ജക്റ്റ് എക്സാം കോഡ് BP201T എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും ആൻസർ ഷീറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so BP stands for B Pharm and the 2 stands for second sem and 1 stands for first subject and the T stands for theory exam. ഇത് ഈ സെമ്മിലല്ല, എല്ലാ സെമ്മിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതേ പാറ്റേൺ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ 8ാമത്തെ സെമ്മാകുമ്പം BP8 എന്നായിരിക്കും, മനസ്സിലായോ? എന്നിട്ട് ഫസ്റ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ 01, തിയറി ആണെങ്കിൽ T, അങ്ങനെ ആയിരിക്കും ആ ഒരു പാറ്റേൺ. അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, HAP തിയറി ഉണ്ട്, ഓർഗാനിക്കിൻ്റെ തിയറി, ബയോകെമിസ്ട്രിയുടെ തിയറി, പാത്തോ നമ്മൾ ചുരുക്കത്തിൽ പറയാം, പാത്തോയുടെ തിയറി, കമ്പ്യൂട്ടറിൻ്റെ തിയറി ഉണ്ട്, എൻവയോൺമെൻറ്റിലും തിയറി ആയിരിക്കും. പിന്നെ HAP പ്രാക്ടിക്കൽ, ഓർഗാനിക്കിൻ്റെ പ്രാക്ടിക്കൽ, ബയോകെമിൻ്റെ പ്രാക്ടിക്കലും കമ്പ്യൂട്ടറിൻ്റെ പ്രാക്ടിക്കലും ആയിരിക്കും. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ടല്ലോ നോൺ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഏതിൻ്റെയൊക്കെയാണെന്നുള്ളത്. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളതൊന്നും വലിയ കാര്യമാക്കണ്ട, നമുക്ക് ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നാൽ മതി, ഏതൊക്കെ തിയറിയാണ് ഏതൊക്കെ പ്രാക്ടിക്കൽ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ഓക്കെ, ദിസ് സ്ലൈഡ് ഷോസ് അബൌട്ട് ദി സബ്ജക്ട് കോഡ് ആൻഡ് ദി ക്രെഡിറ്റ് പോയിന്റ്സ് ബേസ്ഡ് ഓൺ ദി കുഹാസ് സിലബസ്, അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. Okay, so I assure that you understand the university exam subject code very clearly. You don't need to worry about the point columns on the right side. Just focus on the subject codes and exam pattern. Okay,
Practice the previous year question papers for the better understanding of the exam pattern. Okay. Practice makes a man perfect. So, you should study from the first class onwards consistently and confidently. The first subject is our HAP, Human Anatomy and Physiology. So, in this, we will learn about the nervous system. Theory part deals with nervous system, digestive system, energetics, respiratory system, urinary system, endocrine system, reproductive system, genetics. In practical section, we will do about the body temperature recording, basal mass index recording. ഓക്കെ, ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ഈ ചോരയുടെ കളിയായിരുന്നു. പക്ഷെ സെക്കൻഡ് സെമ്മിൽ അത്രയൊന്നും ഇല്ല. വളരെ നല്ല കൂളായിട്ട്, പ്രത്യേകിച്ച് പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും HAPയുടെ ലാബിൽ. അതായത് മുമ്പ് നമ്മൾ കഴിഞ്ഞ ലാബ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ അത്രയും നമുക്ക് ചെയ്യാനായിട്ട് കാണത്തില്ല. കൂടുതൽ നമ്മൾ റെക്കോർഡിൽ എഴുതാനും വരയ്ക്കാനും ആയിരിക്കും സെക്കൻഡ് സെമ്മിൻ്റെ HAPക്ക് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഏതെങ്കിലും ഒരു ഓർഗൻ പാർട്ടൊക്കെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയത്തില്ലേ, ആ പരിപാടിയൊക്കെ ഇതിനും ഉണ്ട്. ഓക്കെ, അല്ലാതെ പ്രാക്ടിക്കൽ നമ്മൾ അതേ ഒരു ഡിഫിക്കൽട്ടൊന്നും ഈ സെക്കൻഡ് സെമ്മിൻ്റെ ലാബിൽ കാണത്തില്ല, HAPയുടെ ലാബിൽ. HAP, Human Anatomy and Physiology, Part 2. This subject is designed to impart fundamental knowledge on the structure and functions of the various systems of the human body. It also helps in understanding both homeostatic mechanisms. This subject provides the basic knowledge required to understand the various disciplines of pharmacy. റെഫറൻസ് ടെക്സ്റ്റാണ് സൈഡിൽ ടോർട്ടോറയും റോസൻ വിൽസണും കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചില്ലേ, അത് വെച്ചിട്ട് തന്നെ ഇതും പഠിക്കുന്നത്. ദെൻ പ്രാക്ടിക്കൽ ഫിസിയോളജി ഈസ് കോംപ്ലിമെൻ്ററി ടു ദ തിയററ്റിക്കൽ ഡിസ്കഷൻസ് ഇൻ ഫിസിയോളജി. Practicals allow the verification of physiological processes discussed in theory classes through experiment on living tissue, intact animals or human beings. This is helpful for developing an insight on the subject. ഓക്കെ, ഫസ്റ്റ് HAP പഠിച്ചില്ലേ ഫസ്റ്റ് സെമ്മിൽ, അത് പഠിച്ച് ഓക്കെ ആയെന്നുള്ളവർക്ക് ഇതും അത് കടന്നു പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു പാർട്ട് 2 ആണ്. ഓക്കെ, നമ്മളത് കുറച്ച് ശ്രദ്ധിച്ചും കണ്ടും പഠിക്കണം. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച പോലെ തന്നെക്കാളും കുറച്ചും കൂടെ ആഴത്തിൽ നമ്മളിവിടെ റെസ്പിറേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും ഒക്കെ പഠിക്കുന്നുണ്ട്. എൻസൈംസും കാര്യങ്ങളും, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, യൂറിനറി സിസ്റ്റത്തിലാണെങ്കിൽ തന്നെ അതിലുണ്ടാകുന്ന ഡിസീസസ് ആൻഡ് ഈ പാർട്സ്, എവറിത്തിങ്, ഈ ഇത്ര ml അല്ലെങ്കിൽ ഇത്ര മിനിറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്തതാണ് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് 1. അങ്ങനെ നമ്മളിതാ B Pharmൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ, കെമിസ്ട്രിയുടെ ലോകത്തിലേക്ക്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്ലാസിഫിക്കേഷനും നൊമൻക്ലേച്ചറൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച പോലെ ആൽക്കീൻസ്, കോൺജുഗേറ്റഡ് ഡൈൻസ്, ആൽക്കഹോൾ, ആൽക്കൈൽ ഹാലൈഡ്സ്, അന്ന് നമ്മൾ പഠിച്ച നോട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ റെഫർ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ആൽഡിഹൈഡ്, കീറ്റോൺസ്, പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഇല്ലേ, ഓക്സിഡേഷനും റിഡക്ഷനും, ഈ ആൽക്കഹോൾസ്, ആൽക്കൈൽ ഹാലൈഡ്സ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ നെയിം റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെയും പഠിക്കുന്നുണ്ട്. ആലിഫാറ്റിക് അമൈൻസ്, കാർബോക്സിലിക് ആസിഡ്സ് ഒക്കെ നമ്മൾ തിയറി പോർഷൻസിൽ നോക്കുന്നതായിരിക്കും. ഇനി പ്രാക്ടിക്കലാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പ്രാക്ടിക്കൽ ഡീൽസ് വിത്ത് പ്രിലിമിനറി ടെസ്റ്റ്, സോലബിലിറ്റി ടെസ്റ്റ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ടെസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺനോൺ കോമ്പൗണ്ട്സ്, പ്രിപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട്സ്, അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ചില പൊടികൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ സൊലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ടും താഴെ കൊടുത്തിട്ടുള്ളത് സെം ടെക്സ്റ്റ് ബുക്സ് ആണത്. അപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് മാത്രം നമ്മൾ ആശ്രയിച്ച് പഠിക്കരുത്. കാരണം ആസ് കെമിസ്ട്രി ബോണ്ട് വ്യത്യാസങ്ങളും അതുപോലെ തന്നെ CH3 ക്യാൻ ഡിഫർ, അതൊരു മിസ്റ്റേക്ക് വരാം ടെക്സ്റ്റ് ബുക്സിൽ. സോ അപ്പം PV പബ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ താക്കൂർ പബ്ലിക്കേഷനിൽ, നീരാളി പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് നമ്മുടെ റെഫറൻസിൽ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. ഓക്കെ, ഒരെണ്ണം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. യു നീഡ് ടു റെഫർ 2 or more books for studying. ഓക്കെ, അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ Pharmaceutical Organic Chemistry Part 1. This subject deals with classification and nomenclature of simple organic compounds, structural isomerism, intermediates forming in reaction, important physical properties, reactions and methods of preparation of their compounds. Syllabus also emphasizes on mechanisms and orientation of reactions. We will learn about the structure, name and types of isomerisms of organic compounds. We will also study the reaction, naming and orientation of the reaction.
We need to identify the organic compound upon completion of this course. This subject also deals about the reactivity or the stability of the compounds. Do you know the difference between organic and inorganic chemistry? Pharmaceutical organic chemistry and inorganic chemistry. So I will tell you. If not, then organic chemistry, it deals with the compounds containing carbon and hydrogen found in living organism, while the inorganic chemistry studies all other compounds such as salts, metals and minerals. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് കൊവാലൻ്റ് ബോണ്ടുകളും അതുപോലെ കാർബൺ ഹൈഡ്രജൻ ആയിട്ടുള്ള കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫാറ്റ്സ്, ഷുഗേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള കളിയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. ബെൻസീൻ റിംഗ്, ഇപ്പോൾ SP2 SP3 ഹൈബ്രിഡൈസേഷനും വാലൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മളിവിടെ പഠിക്കുന്നത്. ഇനോർഗാനിക് ആണെങ്കിൽ നമ്മളവിടെ പഠിക്കുന്നത് സോഡിയം, അതുപോലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, H2SO4, അതുപോലെ NaCl, സോഡിയം ക്ലോറൈഡ്, ഇത്തരത്തിലുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കളികളാണ്. അവിടെ നമ്മൾ അയോണിക് ബോണ്ടാണ് കൂടുതലും പ്രാധാന്യം. ആൻഡ് സോൾട്ട്സ്, മെറ്റൽസ്, മിനറൽസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഒരു കോമ്പൗണ്ട് എടുത്തിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്, യൂസ് എന്താണ്, അങ്ങനെ അസേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഐ ലൈക്ക് മോർ ഇനോർഗാനിക്. കാരണം ഈ സ്ട്രക്ചറും കെമിസ്ട്രി കാര്യങ്ങളൊക്കെ കുറവാണ് ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ. നമുക്ക് ജസ്റ്റ് പഠിച്ചിട്ടങ്ങ് എഴുതിയാൽ മതി, വലിയ സീനില്ല. റിയാക്ഷൻസ് ഒക്കെ കുറവാണ് ഇനോർഗാനിക്കിന്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും +1 +2 വരെ കടന്നു വന്ന പിള്ളേരല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കടമ്പയും കടക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, അല്ലാതെ പുതുതായിട്ട് പഠിക്കുന്നൊന്നുമല്ല. അന്ന് പഠിച്ച റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പം SN1 റിയാക്ഷൻസ്, SN2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കരുത്. ബിക്കോസ് ഐ എം ടെല്ലിങ് ദാറ്റ് ഇതിന് ശേഷവും നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പം, ഇപ്പോൾ GPAT അല്ലെങ്കിൽ അതുപോലത്തെ നമ്മൾ PSC ഒക്കെ പോകുമ്പം കെമിസ്ട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ ഓർഗാനിക്കും ഉണ്ട്, അത് ഇനോർഗാനിക്കും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിൽ റിയാക്ഷൻസ്, നെയിം റിയാക്ഷൻസും വാലൻസിയും കാര്യങ്ങളും ഒക്കെ അവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് വൺസ് യു എൻ്റർ ദിസ് കോഴ്സ്, ഇതും കൊണ്ടേ പിന്നെ ജീവിതം ഫുള്ള്, നമുക്ക് ഏത് എക്സാമിന് പോയാലും എന്ത് കാര്യത്തിനാണെങ്കിലും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. യു ഷുഡ് നോ, മറക്കാൻ പാടില്ല. ഓക്കെ, ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രൂപ്പാണ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ, റിയാക്ഷൻസ്, പേരുകൾ, സ്ട്രക്ചർ, ഒരു ബേസിക് ആയിട്ടൊരു സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ യു ഷുഡ് നോ. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴേ സെക്കൻഡ് സെം ആയപ്പോഴേ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് ബയോകെമിസ്ട്രി. ഓക്കെ, ബയോകെമിസ്ട്രിയുടെ തിയറി പാർട്ടിൽ നമ്മൾ പറയുന്നത് എൻസൈംസ്, ബയോമോളിക്യൂൾസ്, ബയോ എനർജറ്റിക്സ്, ലിപ്പിഡ് മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഒക്കെയാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കിക്കേ, ലാബിൻ്റെ കാര്യങ്ങളൊക്കെ, ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ്, മാൾട്ടോസ് ഒക്കെ നമ്മൾ ചെയ്യും. അതായത് നമ്മൾ ടെസ്റ്റ് ട്യൂബിലും സാമ്പിൾ തരും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ഇത് ഗ്ലൂക്കോസ് ആണോ, ഫ്രക്ടോസ് ആണോ, മാൾട്ടോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് സംഭവം. അപ്പം സത്യം പറഞ്ഞാൽ മറക്കത്തില്ല നമ്മുടെ ജീവിതത്തിലെ ബയോകെമിസ്ട്രിയുടെ ലാബ്. കാരണം അത് നമ്മുടെ സെഷണൽ എക്സാം ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും നല്ല രസമാണ്. അത് ഇത് അൺനോൺ സാമ്പിൾ നമ്മുടെ കയ്യിൽ തരും. നമുക്കൊരു ഐഡിയയും ഇല്ല എന്തോ കൈ കിട്ടിയേക്കുന്നുള്ളത്. അപ്പം നമ്മളത് കണ്ടുപിടിച്ച് അത് കറക്റ്റ് സാമ്പിൾ ആകുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്തെന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഈ സ്റ്റാർച്ച് നമുക്ക് കിട്ടുവാണെങ്കിൽ കാണുമ്പോഴേ അറിയാൻ പറ്റും. കാരണം കഞ്ഞിവെള്ളമാണ് സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സാമ്പിൾ തരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ഇത് സ്റ്റാർച്ച്. അപ്പോൾ നമുക്ക് സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടായിരിക്കും നമ്മളതൊക്കെ പോകേണ്ടത്. ഓക്കെ, ടെസ്റ്റുകളൊക്കെ പഠിച്ചിട്ട് പോകണം. അപ്പോൾ സ്റ്റാർച്ച് എന്ന് അറിയുമ്പോഴേ നമുക്ക് ആ ടെസ്റ്റൊക്കെ ചെയ്ത് പോസിറ്റീവ് കാണിച്ചെങ്കിൽ പോയാൽ മതി. അല്ല ഇപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അത് വിഷ്വലി അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് കിട്ടുന്ന അനുസരിച്ചാണ് നമ്മൾ ഫ്രക്ടോസ് ആണോ, മാൾട്ടോസ് ആണോ, സുക്രോസ് ആണോ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മോളിഷ് ടെസ്റ്റ്, ബെറഡിക്സ് ടെസ്റ്റ്, ബാർഫോർഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യും. ലാബിലോട്ട് കയറുമ്പോൾ ലൈറ്റർ, ബട്ടർ പേപ്പർ, അതുപോലുള്ള കുറച്ച് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവേണം പോകാനായിട്ട്. നിർബന്ധമാണ് ബയോകെമിസ്ട്രിക്ക്. ഓക്കെ,
So, biochemistry deals with the complete understanding of the molecular levels of the chemical process associated with living cells. The scope of this subject is providing biochemical facts and principles to understand metabolism of nutrient molecules in physiological and pathological conditions. It is also emphasizing on the genetic organization of mammalian genome and hetero and ഓട്ടോകാറ്റലറ്റിക് ഫങ്ഷൻസ് ഓഫ് DNA. അത് പഠിക്കുമ്പോൾ മനസ്സിലാവും സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ ഓക്സിഡേഷൻ ഈ റിഡക്ഷൻ സൈക്കിൾസ് കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക കുറേ സൈക്കിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്ത് വീണ്ടും വരുന്നുണ്ട്. ഇതിലും കുറച്ച് സ്ട്രക്ചേഴ്സും പേര് ഇപ്പോൾ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഒക്കെ സ്ട്രക്ചേഴ്സ് പഠിക്കണം. ഓക്കെ, നമ്മൾ പ്ലാന്റ്സിൽ നടക്കുന്ന റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ. ഐ തിങ്ക് ഇറ്റ്സ് CTC അങ്ങനെ TCA സൈക്കിൾ TCA സൈക്കിളൊക്കെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട്. ഓക്കെ, ഗ്ലൈക്കോളിസിസ് ആ സംഭവങ്ങളില്ലേ, ഗ്ലൂക്കോജനസിസ് അതൊക്കെ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു വിഷയം. പക്ഷേ നമ്മളതൊന്ന് പഠിച്ച് പോയാൽ മതി. ഒരു എന്താ പറയുക ക്ലൂ ഒക്കെ വെച്ച് ഒരെണ്ണം തറവാക്കിയിട്ട് അടുത്തതിലോട്ട് പോകണം. പിന്നെ റിവിഷൻ ഈസ് മസ്റ്റ്. നമ്മളിപ്പോൾ ഗ്ലൂക്കോളിസിസ് ഒക്കെ പഠിച്ചിട്ട് നമുക്കിപ്പോൾ വേറൊരു പ്രോസസ്സിലോട്ട് പോകുമ്പോൾ ഇത് മറന്നു പോയെന്നിരിക്കും. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഈ ടോപ്പിക്സ്. നമുക്ക് ആ ഒരു ടേം കേൾക്കുമ്പോഴേ നമ്മൾ ഇതാണ് സംഭവം എന്ന് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് കമ്പാരറ്റീവ്ലി കുറച്ച് പാടാണ്. പക്ഷെ നമ്മളത് പഠിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ, റിവിഷൻ നടത്തണം. അന്നു തന്നെ പഠിക്കുവാണെങ്കിൽ ഈസി ടു പാസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാത്തോഫിസിയോളജി. 4ാമത്തെ വിഷയമാണ് പാത്തോഫിസിയോളജി. ഇതിന് തിയറി മാത്രമേ ഉള്ളൂ. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സെൽ ഇഞ്ചുറി ആൻഡ് അഡാപ്റ്റേഷൻ ഇത് കുഴപ്പമില്ല. നമുക്ക് ഈ ഡിസീസസും കാര്യങ്ങളും ഇപ്പം ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാൻസർ, ഇൻഫെക്ഷ്യസ് ഡിസീസസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഓഫ് ബോൺസ് ആൻഡ് ജോയിൻറ്റ്സ്, ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ കുറേ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഡിസീസ് വരാവുക എല്ലാ ഡിസീസിനെ പറ്റി നമ്മൾ പഠിക്കാം. ഡിസീസിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക, അങ്ങനെ സിംറ്റംസ് എന്താണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ നമ്മൾ പാത്തോഫിസിയോളജിയിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പം നമുക്കൊരു രോഗത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ബേസിക്കായിട്ട് ഇപ്പോൾ നമ്മൾ കോളറ, മലേറിയ അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ക്യാൻസർ, അങ്ങനെയുള്ള ഓരോ ഡിസീസിനെ പറ്റിയിട്ട് നമുക്ക് അത് ബാക്ടീരിയ ആണോ കോസ് ചെയ്യുന്നത്, വൈറസ് ആണോ ഫംഗസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും പാത്തോഫിസിയോളജിയിൽ. ഓക്കെ, pathophysiology is the study of the causes of diseases and reactions of the body to such diseases producing causes. This course is designed to impart a thorough knowledge of the relevant aspects of pathology of various conditions with reference to its pharmacological application and understanding of basic pathophysiological mechanisms. Hence, it will not only help to study the syllabus of pathology but also to get baseline knowledge required to practice medicine safely, confidently, rationally and effectively. ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമല്ലോ. അപ്പോൾ അത് നമുക്കൊരു രോഗം കാണുമ്പം അത് ഇന്ന സിംറ്റംസ്, ഈ സിംറ്റംസ് കാണുമ്പോൾ ഇന്ന രോഗമാണ്, അത് ഇന്നത് കൊണ്ടാണ് ഉണ്ടായത് എന്ന് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഈ പാത്തോഫിസിയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ഫാർമസി. ഇത് B Pharm കോഴ്സിനെ സംബന്ധിച്ച് ആദ്യത്തെ അവസാനത്തെ സബ്ജക്റ്റാണ്. ഓക്കെ, പിന്നീട് നമ്മൾ ഈ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടൊന്നും പഠിക്കുന്നില്ല. ഇവിടെ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോയിട്ട് നമ്മളിവിടെ HTML ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഡേറ്റാ ബേസ്, ഇൻവോയ്സ് ടേബിൾസ്, മെയിലിംഗ് ടേബിൾസ്. ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് പ്രാക്ടിക്കൽസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ടതൊക്കെ ചെയ്യും. ആക്ച്വലി ഇതൊരു നോൺ യൂണിവേഴ്സിറ്റി എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സീനില്ല. ഓക്കെ, കോളേജുകാർ തന്നെ നടത്തി അതിന് മാർക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പം മുമ്പത്തെ ബയോകെമിസ്ട്രി ഓർഗാനിക് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് പാസ്സായി പോകാം ഈ ഒരു സബ്ജക്റ്റ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മളങ്ങ് പഠിച്ചു പോയാൽ മതി, വലിയ സീനില്ല. അപ്പം ഇതിൻ്റെ തിയറി പാർട്ട് ആണെങ്കിൽ തന്നെ നമ്പർ സിസ്റ്റം, വെബ് ടെക്നോളജി ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് കുഴപ്പമില്ല. കൺസെപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. കാരണം കമ്പാരിറ്റീവ്ലി ആ സബ്ജക്റ്റൊക്കെ വെച്ച് നോക്കുമ്പം ദിസ് സബ്ജക്റ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി. ഓക്കെ, Computer applications in pharmacy deals with the introduction, database management system, computer application in clinical studies and use of database. Okay.
ഒരു സീനുമില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് സബ്ജക്റ്റും ഈ എൻവിറോൺമെൻറ്റൽ സയൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിലത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, അതുപോലെ എക്കോസിസ്റ്റം, നമ്മൾ ഡിഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെ പഠിക്കത്തില്ലേ, എങ്ങനെ നമ്മുടെ ഫോറസ്റ്റിനെ സംരക്ഷിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഈ പ്രകൃതിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, എന്തിൻ്റെ കോസസ്, എങ്ങനെ പരിഹരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ സബ്ജക്റ്റാണ്. ഓക്കെ, പക്ഷേ പോയിൻറ്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പം ഹൗ ടു പ്രിവെൻറ്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ട മാർഗങ്ങൾ എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. പോയിൻ്റ് കൂടുതലനുസരിച്ച് മാർക്കും കൂടും. നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്റ്റാണ് എൻവിറോൺമെൻറ്റൽ സയൻസ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസ്, അതിൻ്റെ കീഴിൽ തന്നെ ഇപ്പോൾ ഒരു എത്ര എണ്ണമുണ്ട്, 6 എണ്ണം അല്ലേ. ഫോറസ്റ്റ്, വാട്ടർ, മിനറൽ, ഫുഡ്, ലാൻഡ്, എനർജി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. നോൺ റിന്യൂവബിളും റിന്യൂവബിൾ റിസോഴ്സിൻ്റെയും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ബേസിക്കായിട്ടൊരു പ്രകൃതി സംരക്ഷണം, ആ ഒരു മനസ്സുള്ള, ഒരു പരിസ്ഥിതി ഇഷ്ടമുള്ള അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ സബ്ജക്റ്റ് ഫസ്റ്റ് തന്നെ പാസ്സാകാൻ പറ്റും. പിന്നെ എൻവിറോൺമെൻറ്റൽ സയൻസസ് ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി എൻവിറോൺമെൻറ്റൽ സിസ്റ്റം ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ഇറ്റ്സ് ഇൻഹെറൻറ്റ് ഓർ ഇൻഡ്യൂസ്ഡ് ചേഞ്ചസ് ഓൺ ഓർഗാനിസംസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ദി എൻവിറോൺമെൻറ്റ് ബട്ട് ഓൾസോ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആൻഡ് ദി ഇമ്പാക്റ്റ് ഓഫ് മാൻ ഓൺ എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു HAPയുടെ കാര്യം, അത് കഴിഞ്ഞ് ഓർഗാനിക് കെമിസ്ട്രി, ദെൻ ബയോ കെമിസ്ട്രി, പാത്തോഫിസിയോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ഫാർമസി, എൻവിറോൺമെൻറ്റൽ സയൻസസ്. ഓക്കെ, so that's all about second sem B Pharm. I think you understand the base of the second sem academics. If you can pass the first sem in first exam, then you can pass the second sem too with consistent studying and revision. You are the hero of your own life story. Never give up. Okay, so subscribe and share and like this channel for further information and updates. Thank you all for listening my words patiently. Okay, you can also attend the quiz that I posted daily and have a nice day. See you soon with the next video.